പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആദ്യം സംസാരിക്കുന്നത് എന്താണ്? ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്. എന്നിട്ട് ഈ ഇവിടെ വിഷയത്തിൽ ഞാൻ നിക്കഡേമൂസിനെ കുറിച്ച് പറയുമ്പോൾ ജഡമെന്നാണ് ഈശോ പറഞ്ഞുകൊണ്ട് വരണതേ. അതാണ് വിഷയം. ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജഡം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം ഇപ്പോഴാണ് ഈശോ. അത് നിക്കഡേമൂസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അതായത് ഈ കൽപ്പന ടെക്നിക്കലായിട്ട് കൽപ്പന പാലിച്ചു, അതിൻ്റെ അരൂപി അതാണ് ഈശോ അതിൻ്റെ അരൂപിയെ ഈശോ കൽപ്പനയുടെ ജിസ്റ്റ് എടുത്തിട്ട് അരൂപിയാണ് പറയണത്. എന്താണ്? എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള സംഭവത്തിന് അതാണ് അരൂപി എന്ന് പറയുന്നത്. ഇവർ അത് വിട്ട് കളഞ്ഞിട്ട് ഇവർക്ക് സ്വർഗം അടിച്ചു മാറ്റാൻ വേണ്ടി കൽപ്പനകളെ അത് കൂടുതൽ ഭാരപ്പെട്ടതാക്കിയിട്ട് അവർക്ക് മാത്രം അത് പാലിക്കാൻ പറ്റുന്ന രീതി കൽപ്പനകൾക്ക് വ്യാഖ്യാനപ്പിരിവ് നൽകിയിട്ട് ഇവരത് പാലിച്ച് സംതൃപ്തി അടയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇന്ന് ഈശോ ജഡമെന്ന് വിളിക്കുക. എന്നിട്ട് പറയും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണെന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ
നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നടത്തി ജഡമായിട്ട് ജീവിക്കും. ജഡമായി ഈ ജഡത്തിൻ്റെ നമ്മൾ ശരിക്കും സഭയിലെ ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് സങ്കടകരമായൊരു തിരിച്ചറിവാണ്. ഈ 50 അല്ലെങ്കിൽ 60% ജഡമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തെ കാണുന്നതും അവരുടെ ദൈവത്തോട് അടുക്കുന്നതും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ദൈവത്തിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു നടപ്പാത നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട്, നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിലൂടെ നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യർക്ക് പോകാൻ വേണ്ടിയാണ്, വാഹനത്തിന് പോകാനല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവത്തിന് സൈഡ് ചേർന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയൊക്കെ കാര്യമായിട്ട് നടന്നുകൊള്ളും. ഈ വാഹനങ്ങൾ പോണ നടുക്കൂടിയാണ്. അവിടെ മനുഷ്യൻ്റെ കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും അതുപോലെ തന്നെ ആക്രാന്തങ്ങളും ഇതെല്ലാം മെയിൻ സ്ട്രീമിലാണ് പോണത്. അതുകൊണ്ടാണ് അതിനാണ് ജഡമെന്ന് പറയുന്നതിൻ്റെ കാരണം. നിങ്ങളിപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇയാളെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യാനതെന്ന് ഓർത്തേക്കണം. നിക്കോദേമോസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അവിടെ. അപ്പം നിക്കോദേമോസിനെ ട്രീറ്റ് ചെയ്യുകയാണ് ശരിക്കും ഇനി മുന്നോട്ടുള്ള വഴികളിലേക്ക്. ഇനി ഓരോരുത്തരെ ഈശോ എടുത്തെടുത്ത് ട്രീറ്റ് ചെയ്യണത് കാണാം. ഇപ്പം 4-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഈശോ സമരക്കാരത്തെ ട്രീറ്റ് ചെയ്യും. 5-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ബെത്സൈദ കുളത്തിലെ രോഗിയെ ട്രീറ്റ് ചെയ്യും. ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ദിവ്യകുർബാനയുടെ ഡിസ്കോഴ്സിലേക്ക് പോണത്. വളരെ ചിട്ടപ്പെടുത്തിയാണ് യോഹന്നാൻ അത് വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, നമുക്ക് ഈ ടോക്കിന് പരിമിതികളുണ്ട്. ഈ അച്ഛൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാര്യം എനിക്ക് വളരെ നിർബന്ധമാണ് അച്ഛൻ്റെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ അച്ഛൻ്റെ ടോക്ക് രാവിലെയുള്ള ശുശ്രൂഷ കൂടുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ശരിക്കും ഉപവസിച്ചും രാത്രി പ്രാർത്ഥിച്ചും വെളുപ്പ് എഴുന്നേറ്റ് പ്രത്യേകം പ്രാർത്ഥിച്ചും ഞങ്ങൾക്കിവിടെ കർത്താവിൻ്റെ അടുത്ത് ഇവിടെ എൻ്റെ മുറിയുടെ മുകളിൽ ഈ സൈലൻ്റ് സെനക്കളെന്നും പറഞ്ഞ് വളരെ നിശബ്ദമായി ഇരുട്ട് കുത്തിയ ഒരു ദിവ്യകാരുണ്യ ആരാധന സങ്കേതമുണ്ട്. അവിടെ ലൈറ്റൊന്നുമില്ല. അവിടെ മണിക്കൂറുകളും ഞങ്ങൾ ഇരിക്കും. സ്റ്റാഫ് എല്ലാം ഇരിക്കും, അരമണിക്കൂർ. അപ്പം ഞാൻ 2-3 സമയത്ത് അവിടെ പോയിരിക്കും. അതുപോലെ അങ്ങനെ കർത്താവുമായിട്ട് ആലോചിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചാണ് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഒരു വയറന്മാരായിട്ട് പോകരുത്. മറിച്ച് കർത്താവ് പറഞ്ഞ പോലെ ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണ്. അപ്പം ജഡികമായിട്ട് തന്നെ പോയാൽ നമ്മൾ ജഡികമായിട്ട് തന്നെ മരിക്കും. അതുകൊണ്ട് പെന്തക്കോസ്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആത്മാവിൽ വളരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജഡത്തെ പാകപ്പെടുത്തുകയും ചെയ്യണം. അപ്പം ജഡത്തെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് ശരിക്കും ഈ കൽപ്പനകളെല്ലാം വന്നത്. ജഡത്തെ പാകപ്പെടുത്തിയെടുക്കാൻ. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കല്ലും ഒരു കാറ്റും തമ്മിൽ വല്ല മാർഗമുണ്ട്. അപ്പോൾ തമ്മിൽ തണ്ണി രണ്ടല്ലേ. അപ്പം അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്, ജഡത്തെ പാകപ്പെടുത്താൻ ഈശോ പറഞ്ഞു വെച്ചാൽ ദൈവം ആത്മാവാണെന്നതിൻ്റെ നമ്മൾ വായിച്ചില്ലേ 4:24 യോഹന്നാൻ്റെ സുവിശേഷം. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പം ഈ ആത്മാവായ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡമായ മനുഷ്യന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഈ മെറ്റീരിയലാണല്ലോ, ഈ മെറ്റീരിയലിന് ദൈവം ഡിവിനൈസ് ചെയ്തെടുക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലെടുക്കും. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ 3:16 പറയണത്. തൻ്റെ ഏകജാതയെ നൽകാൻ തക്ക വിധം
ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ നമ്മൾ ഓർക്കും, ഈ ഏകജാതനിലൂടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം ഈ നമ്മളിലേക്ക് ഇപ്പോൾ കറണ്ട് കടത്തി വിടുന്ന പോലെ ദൈവസ്നേഹം കടത്തി വിട്ടിട്ട് ഈ മെറ്റീരിയലിനെ ശരിക്കും സ്പിരിച്വലൈസ് ചെയ്താണ് ഈ കണ്ടത്. മെറ്റീരിയലിന് അപ്പം നമ്മളിൽ ദൈവത്തോട് സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളാകുന്ന ജഡം മെറ്റീരിയലിന് സ്പിരിച്വലൈസ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ ആകും. അല്ലെങ്കിൽ ജഡമായിട്ടിരിക്കും, ദൈവമായിട്ടിരിക്കും. ഇതിൻ്റെ അകത്ത് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്കുള്ള ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും ആത്മാവിനെ നിറയാനും വളരാനുള്ളൊരു മാർഗം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ജഡമായ എന്നെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറ്റുന്നതിന് ദൈവം കണ്ടുപിടിച്ച ഏറ്റവും വലിയ രഹസ്യമായ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ സാക്ഷിയായി ആ സ്നേഹം കൈമാറുന്ന സാക്ഷിയായി എന്നെ വളർത്തി പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് എന്നെ ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അവിടെ പോയിട്ട് മെഴുകുതിരി കത്തിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇത് ദൈവം ഇതൊക്കെ ശ്രദ്ധിക്കും. ഞാൻ പോയി അവിടെ ടെൻഡറിന് ദിവസം സമയം 10 മണിക്കാണ് ബോക്സിൽ ഇടേണ്ടത്. അപ്പോൾ 6 മണിക്ക് എണീച്ച് പോകാമെന്ന് പറഞ്ഞാൽ 6 മണിക്ക് എനിക്ക് കുറേ ഫോൺ വന്ന് പോയില്ല. അതിനെ പോകാതെ 8:30 ഞാൻ അവിടെ ഇറങ്ങി. എങ്ങനെയും പോയിട്ട് ഒന്ന് മെഴുകുതിരി കത്തിച്ചേക്കാം, ഫോർമാലിറ്റി കത്തിച്ചിട്ട് ഫോം കൊണ്ടുപോയിട്ട് കടവന്തരയിൽ കൊണ്ടുപോയിട്ടാണ് ഹെഡ് ഓഫീസ്, അവിടെ കൊണ്ടുപോയി ബോക്സിൽ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് തിരുത്തി വെച്ച് പോയി. അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും മെഴുകുതിരി കത്തിക്കാൻ പോകുമ്പോൾ അവിടെ എല്ലാ മെഴുകുതിരിയും തലേദിവസം മഴ വന്നിട്ട് ഒന്നുപോലും ഇരിക്കുന്നില്ല. ഞാൻ ധൃതിക്ക് പോയി, അവിടെ തീപ്പെട്ടിയുമില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അപ്പോഴാണ് തോന്നിയത് അമ്മ എന്നെ റിജക്റ്റ് ചെയ്തെന്ന്. ദൈവം നമ്മളെ ചില ഇതുപോലെ നമ്മൾ ഒന്നാം സ്ഥാനം ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ
ദൈവത്തിൻ്റെ റിജക്ഷൻ നമുക്ക് അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് മാതാവ് എനിക്ക് കാണിച്ചതെന്നാണ്, ഇത് ഞാൻ വെറുതെ ഇല്ല പറയണേ. അപ്പോൾ ഈ അനുഗ്രഹം തന്നെ, ദൈവം തരുന്ന അനുഗ്രഹം തന്നെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് തരും, അതിൻ്റെ കൂടെ പിശാച് ഇടപെടും. പിശാചാണ് ഈ ആസ്തിയുടെ ഉടമസ്ഥൻ, അവനാണ്. ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ അധികാരം എനിക്കാ തന്നിരിക്കുന്നതാണ് പിശാച് ഈശോയോട് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അനുഗ്രഹത്തിന് ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം പിശാച് ഇടപെടും, പ്രാർത്ഥനയിലിരുന്ന് നിങ്ങളകത്തിക്കളയും. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്ത് മെഴുതിരി കത്തിക്കാൻ സാധിച്ചില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും കാലം അമ്മ മാതാവിൻ്റെ കൂടെ നടന്നിട്ട് എനിക്ക് ഇതുപോലെ ആയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഫോം അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. എനിക്ക് ടെൻഡറും വേണ്ട, ഒന്നും വേണ്ട അമ്മ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കണം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അനുഭവം വരും, ദൈവം എൻ്റെ കൂടെ ഇല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ പലവരും ഇപ്പോൾ പറയാറുണ്ട്. പലവരും ഇന്നലെയൊക്കെ ഒരു ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ, എൻ്റെ അടുത്ത് കടവായി, ഒരു വീട് ഉണ്ടായിരുന്നു, അത് ജപ്റ്റായി, ഞാൻ വേറെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്താൽ 2 കൊല്ലം മുമ്പേ എടുത്തതാണ്. പക്ഷേ അവർ ഈ കരച്ചിൽ ബഹളമാണ്. അപ്പോൾ ഇത് പോയിന്ന് പറയുമ്പോഴും ഇതെല്ലാം പോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഇതൊന്നും വലുതില്ല. ഈ കരച്ചിലിൻ്റെ കാര്യം എന്താ? ആസ്തി, എനിക്ക് ഈ സമ്പത്താണ് വലുത്. 1-ാം സ്ഥാനം സമ്പത്ത് ആണെന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ വിഷമം വരുന്നത്. അത് ദൈവം നോക്കും 1-ാം സ്ഥാനം ഏതാ. ആദ്യം പോയിട്ട് ഞാൻ എൻ്റെ അച്ഛനെ അടക്കം ചെയ്തിട്ടേ എന്ന് പറഞ്ഞത് ദൈവം ശ്രദ്ധിച്ചല്ലേ. പക്ഷേ ഈ ലോകത്തിൻ്റെ കാര്യത്തിന് ആദ്യം സ്ഥാനം. എന്ത് നഷ്ടം വന്നാലും, ഇപ്പോൾ അമ്മയ്ക്ക് ക്യാൻസറായി. ക്യാൻസർ ഇന്നലെ ഒരു ചെറിയ കൊച്ച് കേൾക്കുമ്പോൾ സങ്കടമാണ്. അവൾ കരയുകയാണ്, എനിക്ക് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ആരും ഇല്ലെന്ന് പറയണത് ആ തെറ്റ്. എനിക്കെൻ്റെ ദൈവമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിത് ഫോം വലിച്ചെറിഞ്ഞിട്ട്, ഇതിൻ്റെ അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അമ്മ മാതാവ് ഞമ്മ ഹൃദയം കൊണ്ടാണ് ഞാൻ അന്ന് തീരുമാനിച്ച്, എനിക്ക് ഈ സമ്പത്തൊക്കെ നീ തന്നതാണ്, എനിക്ക് ടെൻഡറും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അത് ലക്ഷക്കണക്കിന് അന്ന് ടെൻഡർ ഇട്ടില്ലെങ്കിൽ നഷ്ടം വരും. കുറേ പേര് എനിക്ക് ഓഫർ തന്നിരിക്കുക, അതിൽ ഫോമിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക, അത് നഷ്ടം വരും. എന്നാലും വേണ്ടെന്ന് പറഞ്ഞാൽ, അങ്ങനെ എൻ്റെ പുറയിൽ നടക്കണമെങ്കിൽ നീ തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് വേണം, അത് വിട്ടിട്ട് എൻ്റെ പുറയിൽ നടക്കാമെന്നാണ് ഈശോ പറഞ്ഞത്. നമുക്കുള്ളതെല്ലാം, നമുക്ക് ഈ സങ്കടം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഞാൻ എന്തിനാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ഈ ലോകത്തിനാണ്, ലോകത്തിൻ്റെ ആസ്തിയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നോക്കിയിട്ട് അതിനെല്ലാം വിട്ട് കളഞ്ഞിട്ട് 1-ാം സ്ഥാനം ഈശോയ്ക്കാക്കി കൊടുക്കണം പതുക്കെ. ചിലപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അമ്മയുടെ രോഗത്തിനായിരിക്കും 1-ാം സ്ഥാനം കൊടുക്കണം. അപ്പോൾ അത് സങ്കടമായിട്ട് മാറും. ഇല്ല വീട് ജപ്തായിപ്പോയി, അതിനായിരിക്കും. ഇല്ല ഭർത്താവിൻ്റെ മദ്യപാനം, ഇല്ല ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഇല്ല മക്കളുടെ പ്രശ്നം. അതിനെല്ലാം വിട്ടിട്ട് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റണം. അതാണ് നഷ്ടപ്പെടാത്ത അപ്പം. മറ്റതല്ല, ഇന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും, ഇന്ന് അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസമൊക്കെ ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും കരയണം. പിന്നെ അത് കഴിഞ്ഞാൽ അവൻ്റെ കല്യാണത്തിനായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവനിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇതെല്ലാം നഷ്ടപ്പെടും. നിൻ്റെ പ്രാർത്ഥന നീ ഈ ലോകത്തേക്ക് ആവശ്യത്തേക്ക് എന്തിന് ചോദിച്ചാലും അത് താൽക്കാലിക മാത്രമാവുള്ളൂ. അതൊന്നും നിനക്ക് നിരന്തരമായിരിക്കില്ല. നമ്മൾ അധ്വാനിക്കുന്നതൊക്കെ നമ്മൾ ജീവിക്കുന്നവരെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അനുഗ്രഹം. അത് ശരീരം നഷ്ടപ്പെടുമ്പോൾ അതും തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യം ചെയ്താൽ മതി. എനിക്ക് ഈശോയെ നീ മതി, ഈശോ നീ മതി. എപ്പോഴും ആഗ്രഹിച്ചാൽ മതി, ഈശോയെ നീ മതി. അതെങ്ങനെയാണ് ഈശോയെ നീ മതി എന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നത്? യോഹന്നാൻ 15:10 നീ എൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വസിക്കും എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ നിലനിൽക്കും, നീ വിട്ടുപോകാതെ എൻ്റെ കൂടെ നിൽക്കും എന്ന് വെച്ചാൽ
അനുസരണ, കൽപ്പന പാലിക്കുമ്പോൾ ഈശോ പറഞ്ഞ വചനം പാലിക്കാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഈ വചനത്തിനെക്കുറിച്ച്, വചനത്തിനെക്കുറിച്ച് ഈശോ എന്താ പറഞ്ഞ അത് പാലിക്കണമെന്ന്? അത് പത്രോസ് നമ്മളോട് പറഞ്ഞ. ഈശോ എപ്പോഴും ചോദിക്കും, നീ ഈ നഷ്ടപ്പെടുന്ന അപ്പത്തിന്, അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു ചോദ്യം വരും. അനുഗ്രഹത്തിൽ തന്നെ ഒരു ചോദ്യം, അനുഗ്രഹം വെച്ച് തന്നെ നമുക്കൊരു ടെസ്റ്റ് വയ്ക്കും ദൈവം എപ്പോഴും. അത് പത്രോസിന് കൊടുത്താൽ, നീയും എന്നെ വിട്ടുപോകുന്ന. കുറേ ശിഷ്യന്മാർ വിട്ടുപോയല്ലോ. അപ്പോൾ നമുക്ക് ചില അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തന്നിട്ട് അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് കുറച്ച് കാശ് കിട്ടും, സമ്പത്ത് കിട്ടും, അതിലൊരു നഷ്ടം വരും. അപ്പോഴത്തേക്കും ഒരു ചോദ്യം ഉണ്ടാവും നഷ്ടം വരുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം, നമ്മൾ പ്രാർത്ഥിച്ച് നമുക്കൊരു സമ്പത്ത് കിട്ടിയില്ല, കുറച്ച് അനുഗ്രഹം കിട്ടി, അപ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാകും. അപ്പോൾ അതിൽ തന്നെ ദൈവം ഒരു ടെസ്റ്റ് വയ്ക്കും. ടെസ്റ്റ് വെച്ചിട്ട് അതിൽ പ്രശ്നമായി കഴിയുമ്പോഴത്തേക്ക്, ഏതോ അന്ന് ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞാണല്ലോ, ഇന്ന് എനിക്ക് പ്രശ്നമായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സംഭവിക്കും. ചിലവർ ഒരു 6 മാസം മുമ്പേ സാക്ഷ്യം പറയും. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് ഇന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൽ തന്നെ പ്രശ്നമായി. അപ്പോൾ വിശ്വാസം പോയി. അന്ന് എനിക്ക് സംഭവിച്ചതൊക്കെ അത് ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അത് വെറുതെ, ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ടായിരിക്കില്ല, പിന്നെ വെറുതെ കിട്ടി. പിശാച് അങ്ങനെയാണ് കൊണ്ടുവന്ന് തരുന്നത്. അത് 1-ാം സ്ഥാനം നിങ്ങൾ അനുഗ്രഹത്തിന് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ദൈവം ടെസ്റ്റ് വെച്ചിട്ട് ദൈവം പറയുന്നത്, ഇപ്പം നീ എന്നെ വിട്ട് പോകുന്നതെന്ന് ചോദിക്കും. പത്രോസിനോടും ചോദിച്ചത് എന്താ? നീ എന്നെ വിട്ട് പോകുന്ന. അതെങ്ങനെയാണ് ടെസ്റ്റ് വെച്ചത്? പരീക്ഷ വയ്ക്കുന്ന എങ്ങനെയാണ്? അവിടെ അപ്പത്തിൻ്റെ അനുഗ്രഹം കൊടുത്ത്, 5 അപ്പം 5000 പേർക്ക് കൊടുത്ത്, അത്രയും അനുഗ്രഹം, അപ്പത്തിൻ്റെ അനുഗ്രഹം തന്നെ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞ അപ്പം വെച്ച് തന്നെയാണ് ടെസ്റ്റ് വെച്ചത്. ഈ അപ്പമില്ല നീ ഭക്ഷിക്കേണ്ടത്, എൻ്റെ ശരീരമാണ് അപ്പമായിട്ട് ഭക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വിട്ടുപോയി. പത്രോസിനോട് പറഞ്ഞ്, നീ എന്നെ വിട്ടുപോകുന്ന. അപ്പം ഈശോയുടെ കൂടെ നിൽക്കാൻ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ എവിടെ പോവും? ജീവൻ്റെ വചനം നിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പാലിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, വസിക്കാൻ പറ്റുള്ളൂ, നിലനിൽപ്പ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പാലിക്കാൻ എന്തിനാണ് ഈശോ എപ്പോഴും പറയുന്നത് നീ വചനം പാലിക്കണമെന്ന്? പ്രൈസ് ദി ലോർഡ്. നീ എന്താ വചനം പാലിക്കണം? അവൻ പറയുന്നത് ചെയ്യുക എന്ന് അമ്മ മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുക, ക്ഷമിക്കുക. എന്തിനാ ഈ വചനത്തിൽ, വചനം പാലിക്കണമെന്ന് എന്തിനാ പറയണത്? ആരെങ്കിലും എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്താ ഉള്ളത്? ഇങ്ങനെ ഈശോ എപ്പോഴും കുറച്ച് വചനം, ഈശോയുടെ വാക്കുകൾ പറഞ്ഞിട്ട് അത് പാലിക്കാമെന്ന് പറയണത്. അത് നിയമാവർത്തനം 11:8 വചനം നീ പാലിക്കുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അതുപോലെ നീ ഇരിക്കുന്ന സ്ഥലത്തിൽ നിനക്ക് ആധിപത്യം ഉണ്ടാകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യു വിൽ ഗെറ്റ് ദി പൊസഷൻ ഓഫ് ദി പ്ലേസ് വെയർ യു ലിവ് എന്ന് വെച്ചാൽ നിനക്ക് ആധിപത്യം ഉണ്ടാവും അതിൻ്റെ പുറത്ത്. അപ്പോൾ ആധിപത്യം ആർക്കാണ്? നമ്മളെ വീടൊക്കെ നമ്മൾ വിചാരിക്കുക ആധിപത്യം എനിക്കാണ് അധികാരമെന്ന്. ഇല്ല, അതിൻ്റെ പുറത്ത് അധികാരം പിശാചിനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പലർക്കും അതുകൊണ്ടാണ് ഈ വീട്ടിൽ കയറുമ്പോഴത്തേക്കും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും, പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒക്കെ സ്നേഹമായിരിക്കും, ബോംബ് വെട്ടുന്ന പോലെ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. വീട്ടിൽ കയറാൻ കുറേ പേർക്ക് സങ്കടമാണ്. പുറത്തിരിക്കുമ്പോഴൊക്കെ സന്തോഷമാണ്, വീട്ടിൽ കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. അതേപോലെ നിൻ്റെ ബിസിനസ്സിൽ ആധിപത്യം പിശാചിനായിരിക്കും പല സമയത്തും. അതുകൊണ്ടാണ് നിനക്ക് അപ്പോഴും ടെൻഷൻ വരുന്നത്. ശരീരത്തിൻ്റെ ആധിപത്യം പിശാചിൻ്റെ കയ്യിലായിരിക്കും. അത് നമ്മൾ ചെയ്യുന്ന ഈ പ്രലോഭനം പാവം കൊണ്ടാണ്. പാവം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പ്രൈസ് ദി ലോർഡ്. 3 കാര്യം ഞാൻ പറഞ്ഞല്ലേ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യം തന്നെ ഒന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആരാ ആധിപത്യം എടുക്കുന്നത്? പിശാച് എടുക്കും. അപ്പം നീ വചനം പാലിക്കുമ്പോൾ, വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വചനം പാലിക്കുമ്പോൾ, നീ എൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
നിയമവർത്തനം 11:8 പറയുന്നത് നീ ശക്തി പ്രാപിക്കും, നിനക്ക് നീ വസിക്കുന്നതിൽ നിനക്ക് ആധിപത്യം ഉണ്ടാകും. നിൻ്റെ ശരീരത്തിൻ്റെ പോലും നിനക്ക് ആധിപത്യം ഉണ്ടാകും, പിശാചിന് ആധിപത്യം വിട്ടുപോകും. അപ്പോഴാണ് നീ സമാധാനം അനുഭവിക്കുന്നത്. നമുക്കെല്ലാം ഉണ്ടാകും, എന്നാലും സമാധാനം ഉണ്ടാകാത്തതിൻ്റെ കാര്യം ആധിപത്യം പിശാചിനാണ്. എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കും, എപ്പോഴും നമുക്ക് ഡിപ്രഷനാണ്. ചെറിയ കാര്യം മതി നമ്മൾ സങ്കടപ്പെടാൻ, പേടിക്കാൻ ചെറിയ കാര്യം മതി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിശാചിന് ആധിപത്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വചനം പാലിക്കണം, വചനത്തിന് പ്രത്യേകത എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, എപ്പോഴും ബൈബിള് കയ്യിലുണ്ടാകണം. 1/2 മണിക്കൂർ ബൈബിൾ വായിച്ചിട്ട് അതിങ്ങ് ശ്രമിക്കെങ്കിലും ട്രൈ ചെയ്യും. വചനം പറയുന്നതൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞ് കണ്ണും പൂട്ടി ക്ഷമിക്കുക. അതിൽ ഇനി എന്ത് നഷ്ടം വന്നാൽ, അപമാനം വന്നാൽ കുഴപ്പമില്ല. ചിലപ്പോൾ നഷ്ടം വരും, ആൾക്കാരുടെ മുമ്പിൽ പരിഹസിക്കുക, ആൾക്കാർ പരിഹസിക്കും, കുഴപ്പമില്ല. പക്ഷെ ആധിപത്യം നിനക്കുണ്ടാവും, നിൻ്റെ ജീവിതത്തിൻ്റെ മുകളിലുള്ള ആധിപത്യം നിനക്കാണ്. നീ യഥാർത്ഥ സമാധാനം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും, യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വചനം നമുക്ക് പാലിക്കാൻ സാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. വചനം പാലിക്കാൻ സാധിക്കണ്ടേ? അതെങ്ങനെ സാധിക്കും? വചനം